ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിയും ഹെയർ കെയർ റൂട്ടീനും ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 10th വരെ എൻ്റെ ഹെയർ മീഡിയം ലെങ്ത് ആയിരുന്നു. പണ്ട് തൊട്ടേ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും മുടി വളർത്താൻ വേണ്ടി ട്രൈ ചെയ്യും, പക്ഷേ വെക്കേഷൻ ആകുമ്പോൾ പോയി കട്ട് ചെയ്യും. അങ്ങനെ ഒരു +2 എത്തിയപ്പോഴേക്കും കൊറോണ വന്നു. അപ്പോൾ പിന്നെ മുടി ഒന്നും അങ്ങനെ വെട്ടാൻ പറ്റാതെ മുടി തന്നെ വളർന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഹെയർ കെയറും കൂടി ചെയ്ത് ഒരു 2nd ഇയർ ആയപ്പോഴേക്കും എനിക്ക് നല്ല ലോങ് ഹെയർ ആയി. ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ല ലോങ് ഹെയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു 3rd ഇയർ ആയപ്പോൾ ഇപ്പോഴും ഒരേ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ആവാമെന്ന് വിചാരിച്ച് ഞാൻ പോയി ലോങ് ലെയർ കട്ട് ചെയ്തു. അതോടെ എൻ്റെ മുടി ഫുൾ കുളമായി. എൻ്റെ മുടീൻ്റെ വോളിയം പോയി, ലെങ്ത്ത് പോയി, മുടി കൊഴിയാൻ തുടങ്ങി, ഫുൾ കുളമായി. അപ്പോൾ ഞാൻ പോയി മുടി ഷോർട്ടാക്കി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഉള്ള എൻ്റെ ലെങ്ത്തേക്ക് എങ്ങനെ എത്തിച്ചതെന്നും എൻ്റെ ഒരു നോർമൽ ഹെയർ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഹെയറിൽ 2 a week ഓയിൽ അപ്ലൈ ചെയ്യൽ. കൂടുതലും ഞാൻ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യൽ. ഇനിയിപ്പോൾ പാരച്യൂട്ടോ ഏതെങ്കിലും പ്ലെയിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ മിക്സാക്കി യൂസ് ചെയ്യും. ഓയിൽ സ്കാൽപ്പിലും ഹെയർ സ്റ്റാൻഡ്സിലും നന്നായി അപ്ലൈ ചെയ്ത് ഒരു 3 to 5 minutes നന്നായി മസാജ് ചെയ്യണം. ഹെയർ ഓയിലിങ് കഴിഞ്ഞാൽ ഒരു പാക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു ഹാഫ് ബനാന, ഒരു എഗ്ഗ് വേണം. എഗ്ഗിൽ ഞാൻ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. യെല്ലോ യൂസ് ചെയ്താൽ ചിലപ്പോൾ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കോഫി പൗഡർ വേണം. ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റ് ആക്കണം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. ഇത് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഫ്രിസിനെസ്സും ബ്രേക്കേജൊക്കെ റെഡ്യൂസ് ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് കണ്ടീഷൻഡ് ആക്കും. ഞാൻ എപ്പോൾ ഹെയർ പാക്ക് ഇടുമ്പോഴും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യലുണ്ട്. ഒന്നെങ്കിൽ ഈ പാക്ക് അല്ലെങ്കിൽ എഗ്ഗിൽ കേർഡോ അല്ലെങ്കിൽ ഓയിലോ മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. പിന്നെ ഹെയർ പാക്ക് ആഴ്ചയിൽ 2 വട്ടമൊന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് once a week യൂസ് ചെയ്താൽ മതി. ഇതും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത പോലെ സ്കാൽപ്പിലും ഹെയർ സ്റ്റാൻഡ്സിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 45 minutes ഇങ്ങനെ വെക്കണം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മുഖത്തിനും അടിപൊളിയാണ്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് പാക്ക് എടുത്ത് മുഖത്തും അപ്ലൈ ചെയ്തു ഒരു 20 minutes ഇങ്ങനെ വെച്ചിട്ട് കഴുകി കളയാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതൊക്കെ ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഹെയറിൻ്റെ ഫ്രണ്ടിലും ക്രൗൺ പോർഷനിലും എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഈ ഒരു സിറം 2 months യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ഞാനൊരു 1 ml എടുത്ത് സ്കാൽപ്പിൽ മൊത്തം അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്യും. ഇനി ഇതിൻ്റെ പകരം വേണമെങ്കിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം. അതും നല്ല റിസൾട്ട് ഉള്ളതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു സപ്ലിമെൻ്റ് ആണ്. ഇത് ഹെയറിനും സ്കിന്നിനും നെയിൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതും എന്നോട് 2 months ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു നോർമൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ ഈ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ.